ഉമ്മൻചാണ്ടി അവസാന നിമിഷം കൊടുക്കാൻ വേണ്ടി തന്നെയാണത്. ഓക്കെ. അതിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത് അന്നത്തെ ബാർ മുതലാളിമാരാ. ഉം. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ്. എന്റെ അടുത്ത് ഇവർ വന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇതിനകത്ത് കൊടുക്കും. കാരണം അന്നത്തെ ആരോപണ വിധേയായ ഒരു സ്ത്രീയെ അവരുടെ കസ്റ്റഡിയിൽ വെച്ച് അവസാന നിമിഷങ്ങൾ പറയിപ്പിച്ച് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വലിയ കള്ള പ്രചരണങ്ങൾ നടത്തുകയായിരുന്നു. സത്യത്തില് അതിനൊന്നും നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നു പ്രതിപക്ഷം, അല്ലെങ്കിൽ അന്നത്തെ പ്രതിപക്ഷം എന്നാണ് എന്റെ അഭിപ്രായം. അത്രയും വലിയ നീചമായ പ്രവർത്തിക്കൊന്നും അവർ നിന്നു കൊടുക്കാതെ അവർക്ക് അധികാരം എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടി ആരെ കിട്ടിയാലും ഉപയോഗിക്കാമെന്നുള്ളൊരു നിലയിലായിരുന്നു അവർ. പല ആളുകളും എന്റെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മുടെയൊക്കെ നാട്ടിലുള്ള പല ആളുകളൊക്കെയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത്. അവരൊക്കെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഞങ്ങൾ പുറത്തു വിടും, അങ്ങനെ പറയും, ഇങ്ങനെ പറയും, ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, ഞങ്ങളത് പറയും, പത്രസമ്മേളനം നടത്തിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളിതൊന്നും ഗൗരവമായിട്ട് എടുത്തൊന്നുമില്ല അതൊന്നും. അപ്പൊ അത് പക്ഷേ അവര് ഈ തരത്തിൽ എന്തും പറയാൻ പിന്നെ ചില ആളുകളെയൊക്കെ വെച്ചുകൊണ്ട് അവർ ഈ തരത്തിലുള്ള പത്രസമ്മേളനങ്ങളൊക്കെ നടത്തി അതിനെ പരമാവധി അന്നത്തെ പ്രതിപക്ഷത്തു നിന്നുള്ള പിന്തുണ കിട്ടി. അവരതിനെ വലിയ പ്രചരണങ്ങൾ കൊടുത്തു, മാധ്യമങ്ങൾ അത് ആഘോഷമാക്കി. പക്ഷെ എനിക്ക് ആ സമയത്തൊക്കെ എനിക്ക് അത്ഭുതം കൂറുന്നൊരു കാര്യം, ഒരിക്കൽ പോലും ഉമ്മൻചാണ്ടിയുടെ നാവിൽ നിന്ന് ഒരു ചെറിയ ഒരു പരാമർശമോ ഒരു അനാവശ്യമോ ആരെങ്കിലും പിന്നെ പഴി പറയുന്ന രീതിയിലോ വെല്ലുവിളിക്കുന്നതിന് ഒരൊറ്റ അക്ഷരം അദ്ദേഹം വേണ്ടിയിട്ടില്ല. അദ്ദേഹം പറയും ഇതെല്ലാം കണ്ടുകൊണ്ടിരിപ്പുണ്ട്, ദൈവം കണ്ടുകൊണ്ടിരിപ്പുണ്ട്, ഇതൊക്കെ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കിതൊന്നും പ്രശ്നമല്ല എന്ന് പറയും. അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നത് ഈ ബാർക്കോഴയെ സംബന്ധിച്ചിടത്തോളം, ബാർക്കോഴയല്ല, ഈ സോളാറിനെ സംബന്ധിച്ചിട്ടുള്ള പിന്നെ അന്വേഷണ കമ്മീഷന്. ആ അന്വേഷണ കമ്മീഷനിൽ യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് ഇഷ്ടമുള്ള ടേംസ് ഓഫ് റെഫറൻസ് വേണം വയ്ക്കാം. എല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. അന്വേഷണ കമ്മീഷനെ ഗവൺമെന്റ് പ്രഖ്യാപിച്ചാൽ ടേംസ് ഓഫ് റെഫറൻസും ഗവൺമെന്റ് തന്നെയായിരിക്കും തീരുമാനിക്കുന്നത്. അവരിങ്ങോട്ട് പറയാത്ത കാര്യങ്ങൾ കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്താനും പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ പോലും ഈ കമ്മീഷന് വേണമെങ്കിൽ പിന്നെ അന്വേഷിക്കാൻ ഉള്ള അനുമതി കൊടുത്തുകൊണ്ട് വളരെ വിശാലമായ ഒരു ടേംസ് ഓഫ് റെഫറൻസ് ആണ് അദ്ദേഹം ആ അന്വേഷണ എൻക്വയറി കമ്മീഷന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് കാട് കയറി അതിന്റെ അന്വേഷണം പോവുകയും പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ. ഏതാ ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആളുകൾ പോലും ബ്ലാക്ക് മെയിലിംഗ് നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം അവസാനം ഒരിക്കൽ പറഞ്ഞു. എനിക്ക് ഇതിന് അദ്ദേഹത്തിനെതിരെ കമ്മീഷന്റെ റിപ്പോർട്ട് തന്നെ രസകരമാണ്. കമ്മീഷന്റെ ഫൈൻഡിങ് ആയിട്ടല്ല ഈ വന്നിരിക്കുന്നത്. ഈ പറയുന്ന ഒരു സ്ത്രീയെ കൊണ്ട് അന്നത്തെ അഡ്വക്കേറ്റ്സിന്റെ ഒരു വലിയ ടീം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെതിരായിട്ട് ഇടതുപക്ഷത്തിന്റെ അഡ്വക്കേറ്റ്സിന്റെ ഒരു ടീം ഉണ്ടായിരുന്നു. അവരെല്ലാരും കൂടി തയ്യാറാക്കിയ കുറെ ആരോപണങ്ങൾ, അതൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേസ് വരത്തക്ക രീതിയിൽ അവരത് എഴുതി വളച്ചുകൂട്ടി എഴുതി ഉണ്ടാക്കിയ കുറച്ച് പോയിന്റ്സ് അത് ഈ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ കൂട്ടത്തിൽ അങ്ങ് ആഡ് ചെയ്യുക. കമ്മീഷൻ അതിന്മേലുള്ള ഫൈൻഡിങ്സ് അല്ല വന്ന്, എന്നിട്ട് ഇത് കമ്മീഷന്റെ ഭാഗമാണെന്നുള്ള പ്രചരണമായിരുന്നു. ഉമ്മൻചാണ്ടി അതിന്മേൽ പറഞ്ഞ എപ്പോഴാ വേണമെങ്കിലും വിളിച്ച ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ചോദ്യങ്ങളൊക്കെ അക്ഷോഭ്യനായി എത്ര മണിക്കൂറാണ് അദ്ദേഹത്തിന് അന്വേഷണ കമ്മീഷന്റെ മുമ്പിൽ വല്ലതും പോയിരിക്കേണ്ട കാര്യമുണ്ടോ? പോകേണ്ട ഒരു കാര്യം. ഹൈക്കോടതി എടുത്തു കളഞ്ഞില്ലേ ആ സാധനങ്ങൾ? അതിനുശേഷം അത് ഹൈക്കോടതി പറഞ്ഞ് ഇനിയും മേലാൽ. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കമ്മീഷന്റെ ഒരു ഫൈൻഡിങ്ങും ഇല്ല, കമ്മീഷനൊന്നുമില്ല. ഇങ്ങനെ ഒരു ലെറ്റർ കൊടുത്തത് ഇതിന്റെ കൂടെ ചേർത്ത് വെച്ചിരിക്കുക, ആഡ് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് അത് വെച്ചുകൊണ്ടാണ് അന്ന് ശ്രീ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്, ഈ ലെറ്റർ വെച്ചുകൊണ്ട്. ഹൈക്കോടതി അതെടുത്ത് ദൂരെ കളഞ്ഞു. ഹൈക്കോടതി പറഞ്ഞു ഇതൊന്നും ഇതിനകത്ത് കൊണ്ടുവരാൻ പോലും പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് കാരണം അദ്ദേഹത്തിന് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. കാരണം ആ സമയങ്ങളിലൊക്കെ ഞാനന്ന് പാർട്ടിയുടെ സ്പോക്സ്മാനും കൂടി ആയിരുന്നുകൊണ്ട് മിക്കവാറും നമ്മൾ ചർച്ചകളിൽ പോകുന്നത് കൊണ്ട് അദ്ദേഹത്തോട് ഏതെങ്കിലും കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ക്ലാരിറ്റിയോടെ പറയും, ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞോളാൻ പറയും. അപ്പൊ അദ്ദേഹത്തിന് അതിലത്ര പൂർണ്ണ വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അന്വേഷണ കമ്മീഷന്റെ ഈ ടേംസ് ഓഫ് റെഫറൻസിൽ വളരെ വിശാലമായ, ഞാൻ പറയില്ല, പത്രവാർത്തകൾ പോലും ഇതിനകത്ത് അന്വേഷിക്കാനായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും ഒരിക്കലും ഒരു ടേംസ് ഓഫ് റെഫറൻസും ആരും വെക്കത്തില്ല. അതുപോലെ കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ പാടുള്ളൂ എന്നേ പറയുള്ളൂ. ഇത് അങ്ങനെ വരെ കൊടുത്തിട്ട് ഇവർക്കത് അതിൻ്റെ അകത്ത് കയറി മേഞ്ഞ ആവശ്യമില്ലാതെ ഉണ്ടാക്കാൻ കമ്മീഷനെ പോലും സ്വാധീനിച്ചു. കാരണം ഉമ്മൻചാണ്ടി ഈ റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ഒരു പത്രസമ്മേളനം ഉണ്ട്, നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും. ഉമ്മൻചാണ്ടി ഒരു കാര്യം പറഞ്ഞു, എനിക്കിതിലൊന്നും ഒരു ദുഃഖവുമില്ല, കാരണം ഇതൊക്കെ സത്യമാണ്. ഇത് സത്യമൊന്നും ഒരിക്കലും അതൊന്നും ആർക്കും മൂടി വെക്കാനൊന്നും ആവില്ല. സത്യം പുറത്ത് വന്നേ തീരൂ, അത് വരും. അതെനിക്ക് പൂർണ്ണ ആത്മവിശ്വാസമുണ്ട്. പക്ഷെ എന്നെ ഒരാൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചു, എനിക്കതിൽ ദുഃഖമുണ്ടെന്ന് പറഞ്ഞു.
അത് ഇതുവരെ അങ്ങനെ പൊതുവെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമല്ല. എങ്കിൽ പോലും അത് കമ്മീഷനുമായി ബന്ധപ്പെട്ടായിരുന്നു. കാരണം അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫേവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അതൊക്കെ ഇപ്പോഴും രേഖകളിൽ കിടപ്പുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് തലേ ദിവസം ആ ഫേവർ വാങ്ങിക്കൂട്ടാനായിട്ട് അവരുടെ മറ്റു മന്ത്രിമാരെ എല്ലാം ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ സമീപിച്ച് മന്ത്രിമാരെല്ലാരും കൂടെ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞ് നിർബന്ധിച്ചാണ് അന്ന് പിന്നെ ഒരു എക്സ്റ്റൻഷൻ കിട്ടേണ്ടതായിരുന്നു, അത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പൊ ആ നിലയിൽ ആത്മജ്ഞാനം പറയാം, എന്റെ ജീവിതത്തിൽ എന്റെ മനസാക്ഷിക്ക് നിൽക്കാത്ത ഒരു കാര്യം ഞാൻ ചെയ്തു എന്നുള്ളൊരു വലിയ കുറ്റബോധമുണ്ട് എനിക്കത് ചെയ്യേണ്ട. കാരണം അത് അതിന്റെ കാലാവധി കഴിഞ്ഞ് അവിടെ അവസാനിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ എക്സ്റ്റൻഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പൊ ആ നിലയിൽ വരെ നടത്തിയ പല തരത്തിലുള്ള പ്രകോപനങ്ങളും പലതരത്തിൽ നടത്തിയിട്ടുള്ള മാനിപ്പുലേഷനുകളുടെ ഒരു ഭാഗമായിരുന്നു ആ കമ്മീഷന്റെ റിപ്പോർട്ട്. പക്ഷെ ഏതായാലും അതൊക്കെ റിപ്പോർട്ടൊക്കെ പിന്നീട് CBI വരെ അന്വേഷിച്ചു, എല്ലാവരും അന്വേഷിച്ചു. ഇതിനകത്ത് യാതൊരു കഥയില്ലെന്ന് മാത്രമല്ല, പിന്നെ ഹൈക്കോടതി മേലാൽ ഇതുമായിട്ട് ഈ പ്രദേശത്ത് കണ്ടുപോയേക്കരുത്, ഒരു കോടതി പോലും കണ്ടേക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ആ നിലയിൽ വളരെ ക്ലാരിറ്റിയോടെ, എന്തായാലും അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഇതെല്ലാം ഈ കുറ്റത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് നിയമപരമായിട്ടാണെങ്കിലും മോചിതനാകാനും ജനങ്ങളുടെ മുമ്പിൽ അന്തസ്സോടെ തലയുയർത്തി പിടിച്ച് മരിക്കാനും കഴിഞ്ഞു എന്നുള്ളൊരു മഹാഭാഗ്യം. അത് അദ്ദേഹത്തിന് ഒരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുക. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിന്റെ ആ പാപഭാരം പേറിക്കൊണ്ട് അദ്ദേഹത്തിന് മരിക്കേണ്ടി വരുമായിരുന്നു. ഒരു പരിധി വരെ ഞാൻ വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങിൽ ലക്ഷങ്ങൾ വന്നത് ഒരു വലിയ വാശിയോടെയായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ മരണാനന്തര അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ തിരുവനന്തപുരം മുതൽ ഉണ്ടായിരുന്നതാണ്. ഞാൻ അടക്കുന്ന സമയം വരെ കൂടെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, പോകുന്നതൊക്കെ വരുന്ന വഴിയിലൊക്കെ ഞാനല്ല, ഒരുപാട് പല നേതാക്കന്മാരുടെയും ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ ഞാൻ പങ്കാളിയായിട്ടുള്ളതാണ്, അതിന്റെ കൂടെ സഞ്ചരിച്ചിട്ടുള്ളവരാണ്. പക്ഷെ അന്ന് കണ്ടിട്ടുള്ള ഒരു ജനക്കൂട്ടം, തിരുവനന്തപുരം മുതൽ വലിയ ഒരു കടലിലൂടെ ഒരു ബോട്ട് പോകുന്നത് പോലെ ആടി ഉലഞ്ഞ്, കാരണം ഒരു സെക്കൻഡ് ജനക്കൂട്ടം ഇല്ലാതെ ഒരു ഇഞ്ച് പോകാൻ വയ്യാത്ത, അതുകൊണ്ടാണ് 36 മണിക്കൂർ എടുത്തത്. പോകാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. ആ ജനങ്ങൾ ആർത്തലക്കിയായിരുന്നു. ആ ഒരു വലിയ പ്രതിഷേധത്തോടു കൂടിയായിരുന്നു ആളുകളുടെ ഒരു വരവ്. കാരണം അത്രമാത്രം അവർക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയെ ഇവിടെ ക്രൂശിച്ചു എന്നുള്ള വലിയ, അല്ലെങ്കിൽ ക്രൂശിക്കുന്നു എന്നുള്ളൊരു വലിയ പ്രതിഷേധമായിരുന്നു ജനങ്ങൾക്ക് മുഴുവൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിനുശേഷം ഒന്നും ആരും പറയുന്നില്ല, ഇപ്പൊ ഒറ്റ അക്ഷരം മിണ്ടുന്നില്ല അതിനെക്കുറിച്ച് ആരും. അവർ കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് നടത്തി, കഥകളൊക്കെ പറഞ്ഞ് ഇലക്ഷൻ അധികാരത്തിൽ വന്നു, അത് തീർന്നു. പിന്നെ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിട്ടു, അവരുടെ ലക്ഷ്യം സാധിച്ചു കഴിഞ്ഞു, അത്രയും. വളരെ വ്യക്തമാണ്.